ഞാൻ നഷ്വ പറയും. ഞാൻ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആസ്പിറൻ്റ് ആണ്. MA ഫിലോസഫി ആണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പം എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ പറയുകയാണെങ്കിൽ ജനറൽ ഈസി ആയിരുന്നു. പാർട്ട് എ എന്നുള്ള ചോദ്യങ്ങളാണെങ്കിലും പാർട്ട് ബിയിലെ ഫിലോസഫിയുടെ പേപ്പറാണെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും കുറച്ച് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ് ചോദിച്ചത്. കൂടുതലും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫി, അതുപോലെ തന്നെ വെസ്റ്റേൺ ഫിലോസഫിയൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പാർട്ട് എന്നും അതുപോലെ തന്നെ മാത്സിലും ക്വാണ്ടിറ്റേറ്റീവ് ആയാലും ഈ സിമ്പിൾ ലെവലിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എക്സാം ഈസി ആയിരുന്നു. എനിക്കൊരു 90ഓളം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് 70 ചോദ്യങ്ങൾ പാർട്ട് ബിയിൽ നിന്നും, അതായത് ഫിലോസഫിയിൽ നിന്നും, 20 ചോദ്യങ്ങൾ പാർട്ട് എ നിന്നുമായിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പം വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എക്സാം എന്ന് പറയുന്നത്. പിന്നെ പ്രെപ്വൈസിന് പറയുകയാണെങ്കിൽ ഞാൻ പാർട്ട് എക്കാണ് പ്രെപ്വൈസിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ പാർട്ട് എൻ്റെ കോച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് അത് ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങും കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ് തുടങ്ങിയതൊക്കെയാണ് ഉള്ളത്. അപ്പം പാർട്ട് എയിൽ വരുന്നത്. അപ്പം അത് എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ഏരിയ ആണ് അത്. അപ്പം അത് എനിക്ക് വളരെ കൃത്യമായിട്ട് അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് പിന്നെ പഠിക്കാനും പ്രെപ്വൈസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പ്രെപ്വൈസിലെ വീഡിയോസ് ആണെങ്കിൽ ലൈവ് അല്ല എന്നുണ്ടെങ്കിൽ കൂടി ഒരു ക്ലാസ്സിലിരിക്കുന്ന ലൈവായിട്ട് കേൾക്കുന്ന അറ്റ്മോസ്ഫിയറാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ അതേസമയം നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മുടെ സമയത്തിനൊക്കെ അനുസരിച്ച് പഠിക്കാനും പറ്റി. പിന്നെ റിവൈസ് ചെയ്യാനും അങ്ങനെയുള്ള വീഡിയോസ് ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ഓരോ കൺസെപ്റ്റും പറഞ്ഞത്. ആദ്യം തന്നെ ഒരു സ്ട്രാറ്റജി ക്ലാസ് ഉണ്ടായിരിക്കും. സ്ട്രാറ്റജി ക്ലാസ്സിൽ അവർ എന്തൊക്കെയാണ് നമ്മൾ ആ കൺസെപ്റ്റിൽ വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരികയെന്ന് ആദ്യം തന്നെ നമുക്കൊരു ധാരണ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നും കൺസെപ്റ്റ് ക്ലാസ്സും അത് കഴിഞ്ഞ് പ്രോബ്ലം സോൾവിങ് ക്ലാസ്സും ഉണ്ടായിരിക്കും. ആ ഒരു രീതി വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു 1.5 മാസം കൊണ്ട് കൃത്യമായിട്ട് പാർട്ടിയിലെ എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്യാനും എക്സാം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എഴുതാനും സാധിച്ചു.